ഇറ്റാലിയൻ ഡോണറ്റ്സ് ആണ് ബൊംബോലിനി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബൊംബോലിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ബൊംബോലിനി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ബോളിലേക്ക് ഒരു അരക്കപ്പ് പാലെടുക്കാം. നമ്മൾ എടുക്കേണ്ട പാലെന്ന് പറയുന്നത് ലൂക്ക് വാം പാലായിരിക്കും, ചെറിയ ചൂടുള്ള പാലായിരിക്കും. അരക്കപ്പ് സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പിൽ അരക്കപ്പ് എടുത്തേക്കുന്നതാണ്, 125 ml. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അപ്പോൾ നമ്മൾ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ പൊങ്ങാനായിട്ട് വെക്കണം എന്നില്ല. ഇതെല്ലാം ഇൻഗ്രീഡിയൻസും ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. ഒരു മുട്ട, ഒരു നാരങ്ങയുടെ തൊലി കുറച്ച് ചിരണ്ടിയിടാം, നല്ലൊരു ഫ്ലേവർ വരും. ഇതിന് പകരം നിങ്ങൾക്ക് എസൻസ് ചേർത്താലും മതി. 1/4 ടീസ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് മൈദ ചേർക്കണം. മൈദ നമുക്ക് വേണ്ടത് 2 കപ്പാണ്. 2 കപ്പും കുറച്ചും കൂടെ ആവശ്യം വരും. ഇപ്പം നമുക്ക് 2 കപ്പ് ചേർത്ത് കുഴച്ചെടുക്കാം. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ 120 ഗ്രാം ഉണ്ട്. ഞാൻ എടുത്തേക്കുന്നത് 250 ml കപ്പാണ്. കുറച്ച് പൊടിയും കൂടി ഇടണം. ഇത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മളെടുക്കുന്ന മുട്ടയുടെ വലുപ്പവും ഒക്കെ വെച്ചിട്ട് ചിലപ്പം പൊടി ഇടുന്നത് ഇച്ചിരി വ്യത്യാസം വരാം. ഞാൻ ഒരു അരക്കപ്പ് എടുത്ത് വെച്ചേക്കുന്നത് 2 കപ്പ് കൂടാതെ ഒരു അരക്കപ്പ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആവശ്യത്തിന് മാത്രം ചേർക്കുക. കയ്യിലൊട്ടാത്തൊരു പരുവം വരെ കഴിച്ചെടുക്കുക. ഒരു 5 മിനിറ്റോളം നീഡ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ, ഏകദേശം 1/4 കപ്പോളം പൊടിയിട്ടിട്ടുണ്ട്. നമുക്ക് കയ്യിലൊട്ടാത്തൊരു വരുവായി. ഇനി ഇത് കവർ ചെയ്ത് ഡബിൾ സൈസ് ആകുന്ന വരെ പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇത് നല്ല ചൂടൊക്കെ ഉള്ള സമയത്താണ് 1 മണിക്കൂർ കൊണ്ട് പൊങ്ങും, അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ എടുക്കും. എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഡബിൾ സൈസ് ആകുന്ന വരെ, നന്നായിട്ട് പൊങ്ങുന്ന വരെ മാറ്റി വെക്കാം. ഇത് ഞാൻ 2 മണിക്കൂർ മുമ്പ് കുഴച്ച് വെച്ച മാവാണ്. നന്നായിട്ട് പൊങ്ങി. എപ്പോഴും ഈ ക്ലിംഗ് റാപ്പയിൽ കുറച്ച് ഓയിൽ തൂത്ത് കഴിഞ്ഞാൽ അതെല്ലാം ഒട്ടിപ്പിടിക്കുന്നത് അവോയ്ഡ് ചെയ്യാം. വീണ്ടും നീഡ് ചെയ്തൊരു ബോളാക്കി. ഇനി നമുക്കിതിനെ ഡിവൈഡ് ചെയ്തെടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്കിത് പരത്തിയിട്ട് ഒരു 3 ഇഞ്ച് കട്ടേഴ്സ് വെച്ച് കട്ട് ചെയ്ത് ഡോണട്ട് പോലെ എടുക്കാം. ശരിക്കുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി, ബൊംബോലി എന്ന് പറഞ്ഞാൽ ബോംബ് പോലെ തന്നെ ഉരുളകളാക്കിയിട്ട് വേണം എടുക്കാൻ. സാധാരണ ബൊംബോലി എന്ന് പറഞ്ഞാൽ വലിയ സൈസായിരിക്കും, നമ്മൾ ചെറിയൊരു സൈസായിട്ടാണ് ഉണ്ടാക്കുക. നമുക്ക് 8ഓ 10ഓ ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യാം.
ഓരോ ഉരുളകളും റോൾ ചെയ്ത് ഒരു ട്രേയിലേക്ക് പാച്ച്മെൻറ്റ് പേപ്പർ ലൈൻ ചെയ്ത് ഒരു ട്രേയിലേക്ക് മാറ്റാം. ഈ ട്രേയിൽ ഞാൻ പാച്ച്മെൻറ്റ് പേപ്പർ ഇട്ട് വെച്ചേക്കുന്നത് അതിലേക്ക് ഉരുട്ടി വെക്കാം. കഴിയുന്നതും പൊടി ഇടാണ്ട്, പിന്നീടുള്ള റോളിങ് പൊടി ഇടാണ്ട് ചെയ്യുക. ഒത്തിരി സ്റ്റിക്കി ആണെങ്കിൽ മാത്രമേ ഇട്ടാൽ. ഇതേപോലെ ബാക്കി ഉരുളകളെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം ഒരേപോലൊക്കെ വേണമെങ്കിൽ എപ്പോഴും നിങ്ങൾ വേ ചെയ്ത് നോക്കുക, മൊത്തത്തിൽ മാവിൻ്റെ വെയിറ്റ് നോക്കുക, അതിനെ ഡിവൈഡ് ചെയ്ത് എടുക്കുക. അല്ലെങ്കിൽ ഓരോ ഉരുളകളും നിങ്ങൾക്ക് എത്ര സൈസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതേ അളവ് തന്നെ എല്ലാത്തിനും ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാം ഒരേപോലെ കിട്ടും. എല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചു. ഇനി ഒന്നുകിൽ ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്യാം, അല്ലെങ്കിൽ നല്ല തുണി വെച്ച് കവർ ചെയ്ത് 1 മണിക്കൂർ അല്ലെങ്കിൽ അര തൊട്ട് 1 മണിക്കൂർ, ഇത് ഡബിൾ സൈസ് ആകുന്ന വരെ പൊങ്ങാനായിട്ട് മാറ്റി. അപ്പോൾ നമ്മൾ ബോംബോലിനി എല്ലാം പൊങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് അതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാനായിട്ടുള്ള കസ്റ്റേർഡ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 മുട്ടയുടെ ഉണ്ണി എടുത്തിട്ടുണ്ട്. വെള്ളം നമുക്ക് ആവശ്യമില്ല. ഇതിലേക്ക് പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂൺ, മധുരം കണക്കാക്കി ചേർക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർക്കുകയാണ്. അതേപോലെ തന്നെ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി നമുക്ക് ഈ സോസ് പാനിലേക്ക് 1 കപ്പ് പാല് ചൂടാക്കിയെടുക്കാം. ചൂടാകുന്ന സമയം കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ചൊരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ ചൂടായ പാല് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇതെല്ലാം കൂടെ വീണ്ടും ഹീറ്റ് ചെയ്ത് നന്നായിട്ട് തിക്കാക്കി എടുക്കണം. നല്ല തിക്കായിട്ട് എടുക്കുക. നമ്മൾ ഡോണട്ട്സിൽ ഫില്ല് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ഒഴുകി പോകാത്ത രീതിയിൽ നല്ല തിക്ക് ഒരു കൺസിസ്റ്റൻസി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ കോൺഫ്ലവർ അത്രയും ചേർത്തേക്കുന്നത്. നല്ലൊരു തള വരുമ്പോഴത്തേക്ക് തന്നെ ഇതേപോലെ തിക്കാവും. ഈ ഒരു സ്റ്റേജ് നമുക്ക് വേണ്ടേ. ഇനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ, 1 പിഞ്ച് ഓഫ് സോൾട്ട്, അതേപോലെ 1/2 ടീസ്പൂൺ വാനില എസൻസ്. നമുക്ക് ചൂടാറാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ പരത്തി വെച്ചിട്ട് 1 അരമണിക്കൂറേ ഉള്ളൂ. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. എപ്പോഴും ഇത് കവർ ചെയ്ത് തന്നെ വെക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ മാത്രം തുറന്ന് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനായിട്ട് ഏതെങ്കിലും ന്യൂട്രൽ ഓയിൽ ഉപയോഗിക്കാം. കനോള ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ഒരു മീഡിയം ചൂടാകുമ്പോൾ നമുക്ക് ബാംബ്ലോണി ഇടുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മുടെ കൈ കൊണ്ട് അതിൻ്റെ എയർ പോവല്ല, ഡീഫ്ലേറ്റഡ് ആവരുത്. അപ്പം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പേപ്പറോട് കൂടെ തന്നെ ഇതിനകത്തേക്ക് ഇട്ട പേപ്പർ അങ്ങ് മാറ്റിയാൽ മതി. അതായത് ചെറിയ കഷ്ണങ്ങളായിട്ട് ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് നമ്മൾ പാച്ച്മെൻറ്റ് പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഓരോ ബാംബ്ലോണി ഇടുക. അപ്പം മീഡിയം ഫ്ലെയിമിൽ വേണം. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ അകത്തോട്ട് വേവാണ്ട് വരും. മീഡിയം ഫ്ലെയിമിലിട്ട് കൂടുതൽ ബ്രൗൺ ആണെന്ന് കാണുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. അങ്ങനെ മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. രണ്ട് സൈഡ് ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എടുക്കാം.
ബാക്കിയുള്ള ബൊമ്പോളീസ് എല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അതിൽ ഓരോ പീസായിട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ഒട്ടും ഷേപ്പ് മാറാണ്ട് എടുക്കാം. പാഷ്മിൻ പേപ്പറോട് ഇടുവാണെങ്കിൽ ഇങ്ങനെ ഇടാം. കുക്കായി കഴിയുമ്പോൾ അങ്ങ് എടുത്താൽ മതി. ഞാൻ ലോ മീഡിയം ഹീറ്റിലാണ് നമ്മൾ ത്രൂ ഔട്ട് കുക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അകത്തോട്ട് വേവാണ്ട് വരും. പെട്ടെന്ന് ബ്രൗൺ ആയി കഴിഞ്ഞാൽ പുറം മാത്രമേ ബ്രൗൺ ആകത്തുള്ളൂ, അകത്തോട്ട് കുക്കാകത്തില്ല. നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ചൂടോടെ തന്നെ ഒരു ഷുഗർ സിനമൺ കോട്ടിംഗ് കൊടുക്കാം. അപ്പോൾ ഷുഗർ കോട്ടിംഗ് കൊടുക്കാനായിട്ട് കുറച്ച് കാസ്റ്റർ ഷുഗർ എടുക്കാം, 1 ടേബിൾ സ്പൂണോളം. ഇതിലേക്ക് കുറച്ച് സിനമൺ പൗഡർ ചേർക്കാം. ഓരോ ബൊമ്പോളിനെയും നന്നായിട്ട് കൂട്ട് ചെയ്യാം. എല്ലാം ഇതേപോലെ കൂട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഓരോന്നിനകത്തും ഫില്ലിംഗ് കൊടുക്കണം. നമുക്ക് ഫില്ലിംഗ് കൊടുക്കാനായിട്ട് ഓരോ ബൊമ്പോളിനകത്തും ഹോൾ ഇടണം. അതൊന്നെങ്കിൽ നൈഫ് ഇതേപോലെ കുത്തിയിട്ട് കൊടുക്കാം, ഒരു സ്പേസ് ഇട്ടാക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ചോപ്പ് സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു വുഡൻ ബാംബൂ സ്ക്യൂറോ എല്ലാം വെച്ചിട്ട് ഒരു ചെറിയൊരു ഡിപ്പ് കൊടുക്കുക. എപ്പോഴും നിങ്ങൾ ബാംബ്ലോണി ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കട്ട് ചെയ്ത് നോക്കുക, അകം വെന്തിട്ടുണ്ടോ നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കാരണം നമ്മൾ ഷുഗർ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫില്ലിംഗ് കൊടുക്കാനായിട്ട് ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഞാൻ ചെറിയൊരു നോസിൽ ഇട്ടിട്ടുണ്ട്, പ്ലെയിൻ ഒരു നോസിൽ. ഫില്ലിംഗ് നമ്മൾ ചൂടാറിയ ശേഷം ഇതേപോലെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് തണുത്തു. നന്നായിട്ട് ഫില്ല് ചെയ്യാം. ഇതേപോലെ ബാക്കിയെല്ലാം ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ ബൊമ്പോളിനിൽ നമ്മൾ കസ്റ്റേർഡ് ഫില്ലിംഗ് കൊടുത്തു. അത് കൂടാതെ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഫില്ലിങ്ങോ അല്ലെങ്കിൽ ന്യൂട്രല്ല വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. അപ്പം ബൊമ്പോളിനിയുടെ പേര് തന്നെ ഒരു ബോംബ് പോലെ തന്നെ നമ്മൾ ആ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അത് കൂടാതെ നമ്മൾ കഴിക്കുമ്പോൾ ആ കസ്റ്റേർഡിൻ്റെ ഒരു ബേസ്റ്റ് ഒരു വായിൽ വരും. അതാണ് ബൊമ്പോളിനി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.